ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പാലാ രൂപതയുടെ അനുഗ്രഹം എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്നേഹമുള്ളവരെ, കുടുംബ കൂട്ടായ്മ എന്നാൽ എന്താണ്, അതെന്തിനാണ് എന്നുള്ളതിനെക്കുറിച്ച് പാലാ രൂപത കുടുംബ കൂട്ടായ്മ ഡയറക്ടർ ബഹുമാനപ്പെട്ട ജേക്കബ് വെള്ളമിതിങ്കലച്ചൻ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം ആമുഖമായി കുറേ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിരുന്നു. കുടുംബ കൂട്ടായ്മ എന്താണ്, അതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച്, ഓരോ ലക്ഷണങ്ങളെക്കുറിച്ചും വിവിധ റിസോഴ്സ് ടീം അംഗങ്ങൾ നമ്മളോട് ഈ ദിവസങ്ങളിൽ സംസാരിച്ചു. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് കുടുംബ കൂട്ടായ്മയുടെ ലക്ഷണങ്ങളിൽ ആറാമത്തേതും അവസാനത്തേതും എന്നാൽ പ്രാധാന്യത്തിൽ ഒട്ടും പുറകിലല്ലാത്തതുമായ ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മ എന്ന ലക്ഷണത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു, കുടുംബ കൂട്ടായ്മ പരസ്പരം അറിയുന്നവരുടെ, പരസ്പരം സ്നേഹിക്കുന്നവരുടെ, പരസ്പരം അംഗീകരിക്കുന്നവരുടെ, പരസ്പരം പങ്കുവയ്ക്കുന്നവരുടെ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടായ്മയാണ് എന്ന് നാം കണ്ടു. അതിനോടൊപ്പം തന്നെ അത്ര തന്നെ അല്ലെ, ഒരുപക്ഷെ അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മ. എന്ത് പ്രവർത്തിക്കണം എന്നൊരു ചോദ്യം ഉദിക്കുന്നു. അപരന് നന്മ വരുന്ന ഏത് കാര്യവും ചെയ്യാം. അപരന് നന്മ വരുന്നതായിരിക്കണം എന്നൊരൊറ്റ നിബന്ധനയുള്ളൂ. അത് നമ്മളുടെ കുടുംബ കൂട്ടായ്മ യൂണിറ്റിലുള്ളവരാകാം, ഇടവക കൂട്ടായ്മയിലുള്ളവരാകാം, അതും അല്ലെങ്കിൽ രൂപതാ കൂട്ടായ്മയിലുള്ളവരും ആകാം. കൂട്ടായ്മയ്ക്ക് വെളിയിലുള്ളവരാണെങ്കിലും കുഴപ്പമില്ല. നമ്മളുടെ പ്രവൃത്തിയുടെ ഉദ്ദേശം ഇതാണ്: അപരന് നന്മ വരുന്ന കാര്യമായിരിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:12 ഈശോ ഇങ്ങനെ പറയുന്നു: മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുവിൻ. നിന്നെപ്പോലെ നിന്നെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നതിൻ്റെ വേറൊരു വേർഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ കണക്കാക്കാം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പലതും ചെയ്ത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പരിഭവവും പിണക്കവും വിഷമവും ഒക്കെ തോന്നാറുമുണ്ട്. മറ്റുള്ളവരുടെ സഹകരണം, മറ്റുള്ളവരുടെ സഹായം, മറ്റുള്ളവരുടെ സാന്ത്വനം എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. ഈശോ പറയുന്നു, മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നോ, എന്തൊക്കെ ആഗ്രഹിക്കുന്നോ, അവരെന്തൊക്കെ ചെയ്തു തരണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നോ, അതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുവിൻ. അതാണ് കുടുംബ കൂട്ടായ്മയിലെ ഒന്നിച്ചേർന്നുള്ള പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം. എന്തൊക്കെ നമുക്ക് ചെയ്യാം? ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള പനികൾ, പല കാറ്റഗറിയിലുള്ളത്, പല രീതിയിലുള്ളത് നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് പലതിൻ്റെയും പരത്തുന്ന ഏജൻറ്റ്, പരത്തുന്നത് കൊതുകുകളാണ്. കൊതുകാണ് അവിടുത്തെ വില്ലൻ. നമ്മുടെ ചുറ്റുമുള്ള റബ്ബർ തോട്ടങ്ങളിൽ നോക്കിയാൽ പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കും, റബ്ബർ ചെട്ടകൾ മഴ പെയ്ത് വെള്ളം നിറഞ്ഞ് അതിൽ കൊതുക് മുട്ടയിട്ട് പെരുകുന്നു. സ്നേഹമുള്ളവരെ, ഞാനും ചോദിക്കട്ടെ, ഒരു കൂട്ടായ്മയിലുള്ള എല്ലാ അംഗങ്ങളും ഒന്നിച്ചുകൂടി ആലോചിച്ച് തീരുമാനിച്ച് തോട്ടം കണ്ട ഉടമസ്ഥൻ്റെ അനുവാദത്തോടും സാധിക്കുമെങ്കിൽ സഹകരണത്തോടും കൂടി ഈ ചിരട്ടകളെല്ലാം നമ്മളൊന്ന് കമഴ്ത്തി വെച്ച്, അത് കുറച്ചല്ലേ കൊതുക് വരികയുള്ളൂ. അതല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ രീതിക്ക് ഒരുപാട് ഭവനങ്ങളിൽ 1-2 പേര്, അതും വയോജനങ്ങൾ മാത്രമുള്ള അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ വാസ്തവമാണിത്. കുറേയേറെ ഭവനങ്ങളിൽ ഒന്നുകിൽ വയ്യാത്തവരായിരിക്കാം, അല്ലെ പ്രായമേറിയവരായിരിക്കാം. അങ്ങനെ ഉള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു, ഒരു ആശുപത്രിയിൽ കിടക്കേണ്ടതായിട്ട് വന്നു, കൂടെ നിൽക്കാൻ ആരുമില്ല. വീട്ടിലുള്ളയാൾ അതിലും ക്ഷീണിതനോ ക്ഷീണിതയോ ആയിരിക്കാം. അത് കൂട്ടായ്മയിൽ മനസ്സിലാക്കിയിട്ട് അവർക്ക് ആശുപത്രിയിൽ കൂടെ നിൽക്കാൻ
1, 2, 3, 4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു പകലല്ലേ ഒരു രാത്രി നിൽക്കാൻ സാധിക്കുന്നവർ നമ്മുടെ ആ കൂട്ടായ്മയിലുള്ളവർ ആരൊക്കെ ഉണ്ടെന്ന് അന്വേഷിച്ച് അവരെ പ്രേരിപ്പിച്ച് അവരിൽ ഓരോരുത്തരെ മാറി മാറി ആശുപത്രിയിൽ കൂട്ടുനിൽക്കാനുണ്ട്. നമുക്ക് മനസ്സായാൽ ഇത് സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മയിൽ ഒരു കുട്ടി 10ാം ക്ലാസ്സോ +2 കഴിഞ്ഞു, മുന്നോട്ട് പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ മുന്നോട്ട് പഠിപ്പിക്കാനുള്ള സാമ്പത്തികം മാതാപിതാക്കൾക്കില്ല. നമ്മുടെ കൂട്ടായ്മയിലെ എല്ലാവരും കൂടെ കൂടിക്കേ. ഇനി നമ്മുടെ ഒരു കൂട്ടായ്മയിലുള്ള ആളുകൾ തന്നെ കൂടിയാൽ ഇത് സാധിക്കില്ലെങ്കിൽ നമുക്കത് ഇടവക കൂട്ടായ്മയിൽ അവതരിപ്പിക്കാം. ഇടവകയിലെ കൂട്ടായ്മ ഭാരവാഹികളുടെ യോഗത്തിൽ ഈ വിഷയം അവതരിപ്പിച്ച് എല്ലാവരുമായിട്ട് ആലോചിച്ച് ഒരു തീരുമാനമെടുക്കുക. സാധിക്കുന്നവർ സാധിക്കുന്ന രീതിയിൽ സഹായിക്കുക. പല തുള്ളിയാണല്ലോ പെരുവെള്ളം. എല്ലാവരും കൂടെ കൂടിയാൽ, ഒരിടവക കൂടിയാൽ ചെയ്യാൻ ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. അതല്ലെങ്കിൽ കാലവർഷത്തിൻ്റെ ഗഡിതിയിൽ ഒന്നുകിൽ കാറ്റത്ത് വീടിന് നഷ്ടമുണ്ടായി കാണാം, അല്ലെങ്കിൽ മതിലിടിഞ്ഞു പോയിട്ടുണ്ടാവും, അല്ലെ വഴിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടാവും. അവർക്ക് തനിയെ അത് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. നമുക്കൊന്നിച്ചുകൂടി കൂട്ടായ്മയിലെ അംഗങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചുകൂടി തീരുമാനിച്ച് എന്ത് ചെയ്യാൻ സാധിക്കും, എങ്ങനെ ശരിയാക്കി കൊടുക്കാൻ സാധിക്കും, അത് അവർക്കൊരു വലിയ സഹായമായിരിക്കും. പ്രത്യേകിച്ചും അവർ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവരാണെങ്കിൽ. അതുപോലെ തന്നെ വേറൊരു മേഖലയാണ് മദ്യം, മയക്കുമരുന്ന്, സാമൂഹിക പ്രശ്നങ്ങൾ. ഇതെല്ലാം നമുക്ക് പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും. ഞാൻ ഒരിടവകയിലെ ഒരു യൂണിറ്റിൽ ചെന്നപ്പോൾ ആ യൂണിറ്റിലുള്ളവർ ഒന്നടങ്കം വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടും കൂടി എന്നോട് പറഞ്ഞു, ടീച്ചറെ, ഞങ്ങളുടെ ഈ കൂട്ടായ്മ മദ്യരഹിത കൂട്ടായ്മയാണ്. പാലാ രൂപതയിലെ ആദ്യത്തെ മദ്യരഹിത കൂട്ടായ്മ എന്ന സ്ഥാനം, അതിനുള്ള സമ്മാനവും അവർക്ക് ലഭിക്കുകയും ചെയ്തു. വളരെ സന്തോഷത്തോടെയാണ് അവർ പറഞ്ഞത്, വളരെ അഭിമാനത്തോടെയാണ് അവർ പറഞ്ഞത്. അതെങ്ങനെ സാധിച്ചു എന്ന് ഞാൻ ചോദിച്ചു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അത് അത്ര സാധ്യമാണെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ അവർ പറഞ്ഞു, ഒരാൾ നല്ല കുടിയനായിരുന്നു, നമ്മൾ ശരിക്കും കുടിയൻ, മുഴുക്കുടിയൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ നല്ലപോലെ മദ്യപിക്കുന്ന ആൾ. 2-3 പേര് കുറേശ്ശെ മദ്യപിക്കുന്നവരാണ്. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്ന ആളിനെ എന്ത് ചെയ്താൽ, ഏത് രീതിയിൽ ഇടപെട്ടാൽ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് അവർ പല പ്രാവശ്യം കൂട്ടായ്മ കൂടി, അവരുടെ യൂണിറ്റ് കൂടി ആലോചിച്ചു. 36 ഭവനങ്ങളുള്ള കൂട്ടായ്മയാണ്. അവിടെ എല്ലാ തരത്തിലുള്ള ആളുകളുണ്ട്. പാവപ്പെട്ടവരും പണമുള്ളവരും ജോലിയുള്ളവരും പൈസയുള്ളവരും അറിവുള്ളവരും കഴിവുള്ളവരും ഇതൊക്കെ വളരെ കുറച്ചുള്ളവരൊക്കെ ഉള്ള ഒരു സാധാരണ കൂട്ടായ്മയാണ്. 36 ഭവനങ്ങളാണ്. പക്ഷെ അവർ ആലോചിച്ച് തീരുമാനിച്ചു, എങ്ങനെയെങ്കിലും ഈ സഹോദരനെ ഈ വിപത്തിൽ നിന്ന് രക്ഷിക്കണം. അവർ ഓരോരുത്തരും ഇദ്ദേഹത്തെ സമീപിച്ചു. കുടി നിർത്തണമെന്ന്, മദ്യപാനം നിർത്തണമെന്നൊന്നും ആവശ്യപ്പെട്ടില്ല. അവർക്ക് ഇയാളോട് സ്നേഹമാണ്, ഇയാളുടെ കാര്യത്തിൽ അവർക്ക് കരുതലുണ്ട്, ഇയാൾ നന്നാകാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ള ബോധ്യം ആ മനുഷ്യന് നൽകി. ഇയാൾ എവിടെ പോയാലും, അത് ഷാപ്പിൽ മദ്യപിക്കാൻ പോവുകയാണെങ്കിൽ പോലും ഇവരാരേലും 2-3 ഒരു വഴിക്ക് കാണും, കുശലം ചോദിക്കും. തിരിച്ചു വരുമ്പം വേറെ ആരെങ്കിലും 2-3 പേര് കാണും, വീട്ടിൽ വരുമ്പം അതുപോലെ കാണും. അപ്പോൾ അവരൊന്നും കുടി നിർത്തുന്നതിനെക്കുറിച്ച് ഇയാളോട് സംസാരിച്ചില്ല. പക്ഷേ ഇവർക്ക് ഇയാളോട് താല്പര്യമുണ്ട്, സ്നേഹമുണ്ട്, ഇയാൾ നന്നാവണമെന്ന് അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അയാൾക്ക് ബോധ്യം വന്നപ്പോൾ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്നാൽ നിർത്തിയേക്കാം എന്നൊരു ചിന്ത വന്നു. തുടർന്ന് അദ്ദേഹത്തെ അവർ 3 പ്രാവശ്യം ധ്യാനിക്കാൻ കൊണ്ടുപോയി. അവർ ധ്യാനിക്കാൻ വിടുകയല്ല ചെയ്തത്, അവർ 3, 4, 5 പേര് കൂടെ പോയി, ഒന്നിച്ച് ധ്യാനിച്ച് തിരിച്ചു വന്നു. അപ്പോഴും ഇവർ ഈ മദ്യപാനത്തെക്കുറിച്ച് സംസാരിക്കുന്നതേ ഇല്ല. ഇവരുടെ ആത്മാർത്ഥതയും സഹകരണവും സ്നേഹവും പ്രകടിപ്പിക്കുന്ന പ്രവൃത്തികളും ഒക്കെ കണ്ടപ്പോൾ ഇയാൾ തന്നെ തീരുമാനിച്ചു, എനിക്കിത് ഇനി വേണ്ട. അങ്ങനെ എല്ലാവരുടെയും പ്രേരണ കൊണ്ട്, എല്ലാവരുടെയും സ്നേഹം കൊണ്ട്, എല്ലാവരുടെയും ആത്മാർത്ഥത കൊണ്ട് അദ്ദേഹം
ഏതാണ്ട് 7-8 മാസങ്ങൾക്ക് ശേഷം പാടെ മദ്യപാനം നിർത്തി. എനിക്കും ആദ്യം വിശ്വസിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇവരുടെ ആത്മാർത്ഥമായിട്ടുള്ള സംസാരം കേട്ടപ്പോൾ ബോധ്യമായി, ആ മനുഷ്യൻ, ആ സഹോദരൻ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ചുറ്റിലും കാണുന്ന തിന്മകളെ നമുക്ക് നേരിടാൻ സാധിക്കും. ഒരൊറ്റ നിബന്ധന, നമ്മൾ ഒന്നിച്ച് നിൽക്കണം. ഒരു കൂട്ടായ്മയിലുള്ള, ഒരു യൂണിറ്റിലുള്ള എല്ലാവരും ഒന്നിച്ച് തന്നെ നിൽക്കണം. ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത എത്ര ഉദാഹരണങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ കാണാം. ഒന്നിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി നമ്മൾ മാസം തോറുമുള്ള യൂണിറ്റ് സമ്മേളനങ്ങളിൽ ഒരുമിച്ച് കൂടി ഈ വിഷയം, ഏത് വിഷയമാണോ നമ്മൾ പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അവതരിപ്പിച്ച് അതേക്കുറിച്ച് വിശദമായിട്ട് എല്ലാവരും ചേർന്ന് ചർച്ച ചെയ്ത് നമുക്ക് ഇത്രയും പേർക്ക്, ഈ യൂണിറ്റിലുള്ളവർ കൂടി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് തീരുമാനിച്ച് അതുപോലെ പ്രവർത്തിക്കുന്നു. ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രവർത്തനം ഇല്ലെങ്കിൽ അത് കുടുംബ കൂട്ടായ്മയല്ല. ബാക്കി 5 കാര്യങ്ങൾ, പരസ്പരം അറിയുക, സ്നേഹിക്കുക, അംഗീകരിക്കുക, പങ്കുവയ്ക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഈ 5 കാര്യങ്ങൾ നടത്തുന്ന കൂട്ടായ്മകളാണെങ്കിൽ അവ പ്രാർത്ഥനാ കൂട്ടായ്മകളാണ്, കുടുംബ കൂട്ടായ്മകളല്ല. കുടുംബ കൂട്ടായ്മയാകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരുമിച്ചുള്ള പ്രവർത്തനം വേണം. നമ്മുടെ രൂപതയിൽ പല യൂണിറ്റുകളിലും പല കൂട്ടായ്മകളിലും ഇതുമാതിരി ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. പലതും എനിക്ക് നേരിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. എന്നാൽ മറ്റു ചിലയിടത്ത് അത്രയും സജീവമല്ലായിരിക്കാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാ യൂണിറ്റുകളും യോജിച്ച്, യൂണിറ്റുകളിലെ അംഗങ്ങൾ യോജിച്ച് ആത്മാർത്ഥതയോടും സന്തോഷത്തോടും ഉത്സാഹത്തോടും സഹകരണ മനോഭാവത്തോടും സ്നേഹത്തോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം, അല്ലെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥ നമ്മൾക്ക് വരട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിനുവേണ്ടി നമുക്ക് ഏവർക്കും ശ്രമിക്കാം. സ്നേഹപിതാവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ.